മരണം നിശ്ചയമാണ്, എന്നാൽ സമയം നിശ്ചയമല്ല എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ ഓരോ മനുഷ്യരുടെയും വിവരങ്ങൾ നൽകിക്കഴിഞ്ഞാൽ മരണം എന്നാണ്, എപ്പോൾ, ഏത് രീതിയിൽ സംഭവിക്കുമെന്ന് പ്രവചിക്കുകയാണ് ഡെത്ത് ക്ലോക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു AI വെബ്സൈറ്റ്. ഇനി ഈ ഡെത്ത് ക്ലോക്ക് വെബ്സൈറ്റിനെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ, ഈ വെബ്സൈറ്റിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ എത്ര വയസ്സ് വരെ ജീവിക്കുമെന്ന് പ്രവചിക്കാനാകൂ എന്നും ഈ വെബ്സൈറ്റ് അവകാശപ്പെടുകയാണ്. സംഗതി സത്യമാണെന്നൊക്കെ കരുതി വെബ്സൈറ്റിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിക്കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു മുൻകൂർ ജാമ്യമുണ്ട്. അതായത് ആരും ഇതൊന്നും കാര്യമായി എടുക്കരുത്, ഇതൊക്കെ തമാശയായിട്ട് വേണം കരുതാനെന്ന്. സൗജന്യമായി എല്ലാവർക്കും ഉപയോഗിക്കത്തക്കതണ്ണം രീതിയിലാണ് ഡെത്ത് ക്ലോക്ക് എന്ന വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചില വ്യക്തിഗത വിവരങ്ങൾ വെബ്സൈറ്റിൽ നൽകിക്കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തി എപ്പോൾ മരിക്കുമെന്ന് വെബ്സൈറ്റ് അങ്ങ് പ്രവചിക്കും. പക്ഷേ ഇത് സത്യമാണെന്നൊന്നും ആരും വിചാരിക്കരുത് എന്ന് മാത്രം. ആരുടെ മരണമാണോ നമ്മൾക്ക് അറിയേണ്ടത്, അയാളുടെ ജനന തീയതി, ബോഡി മാസ് ഇൻഡെക്സ്, ഭക്ഷണക്രമം, വ്യായാമം, പുകവലി, മദ്യപാനശീലങ്ങൾ, തൂക്കം, ഉയരം തുടങ്ങി വ്യക്തിഗത വിവരങ്ങളാണ് ഈ വെബ്സൈറ്റിൽ നൽകേണ്ടത്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രസ്തുത വ്യക്തി എപ്പോൾ മരിക്കുമെന്നും എന്തായിരിക്കും മരണത്തിന്റെ കാരണമെന്നും എന്നായിരിക്കും ഈ മരണമെന്നുമൊക്കെ വെബ്സൈറ്റ് പറയുക. എന്തായാലും വെബ്സൈറ്റിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് കേട്ട് ആരും തന്നെ ഞെട്ടാൻ നിൽക്കണ്ട. ഇതൊക്കെ ഒരു AI സംവിധാനത്തിലൂടെ പറയുന്നു എന്നത് മാത്രമാണ്. എന്നാൽ മരണം എന്നുള്ളത് നമുക്ക് തന്നെ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്നത് ഓർത്തു വെക്കുക. ഇനി മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മനുഷ്യന്റെ മരണത്തിന് പിന്നാലെ ആ മൃതശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ നമ്മൾ ഞെട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് മരണത്തിന് പിന്നാലെ എന്ത് എന്ന വിഷയം ലോകത്താകമാനം ചർച്ച ചെയ്യപ്പെട്ടതും ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഒന്നാണ്. അതായത് മരണത്തിന് ശേഷം നമ്മുടെ ശരീരത്തിന് എന്താണ് സംഭവിക്കുക എന്നതാണ് നമ്മൾ ഇനി അറിയേണ്ടത്. ഒരാൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് അയാളുടെ ഹൃദയമിടിപ്പ് പരിശോധിച്ചാണ്. ഹൃദയമിടിപ്പും പൾസും ഇല്ലെങ്കിൽ മരണം ഉറപ്പിക്കാവുന്നതാണ്. ഒരാൾ മരിക്കുമ്പോൾ സ്വാഭാവികമായും അയാളുടെ ഹൃദയം നിശ്ചലമാകും. അങ്ങനെ ഞരമ്പുകളിലേക്കും മറ്റുമുള്ള രക്തയോട്ടം ഇല്ലാതെയാകും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിലേക്ക് മൊത്തമായുള്ള രക്തയോട്ടം ഇല്ലാതെയാവുകയും ശരീരഭാഗങ്ങൾ വീർക്കുകയും വിളറുകയും ചെയ്യും. വിളറിയ ശരീരഭാഗങ്ങളാണ് ശരിക്കും രക്തയോട്ടം പൂർണ്ണമായും നിലച്ച ഭാഗങ്ങൾ. മറ്റൊന്ന്, എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നത്, മൃതശരീരത്തിലെ ഈ പ്രതിഭാസം നേരിൽ കാണാൻ ഇടവരുമെങ്കിൽ തീർച്ചയായും നമ്മൾ പേടിക്കും എന്നത് തന്നെയാണ്. മരണത്തിന് ശേഷവും ശരീരത്തിന് ചില ചലനങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് മൃതശരീരത്തിൽ സംഭവിക്കുന്ന കോച്ചിവലിയിൽ മൂലമാണ്. അത് പേശികളുടെ സങ്കോചം മൂലം ഉണ്ടാകുന്നതാണ്. ചില പേശികൾ ഒരേ സമയം കൂട്ടി വലിയുമ്പോഴാണ് ഈ കോച്ചിവലിയൽ സംഭവിക്കുക. ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അയാളുടെ മുഖത്തെ പേശികൾ ശാന്തമായ അവസ്ഥയിലെത്തും. ഇത് മുഖം പരന്നു കാണപ്പെടാൻ കാരണമാകും. ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള സ്വാഭാവിക മണമല്ല ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക എന്നതും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സമയങ്ങൾ കഴിയുമ്പോൾ ശവശരീരത്തിൽ നിന്നും ദുർഗന്ധം വമിച്ചു തുടങ്ങും. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ദുർഗന്ധത്തിന് കാരണമെന്ന് പറയുന്നത് മരിച്ചു കഴിയുമ്പോൾ ശരീരത്തിലെ ജഡാവസ്ഥയിലെ കോശങ്ങൾ പുറപ്പെടുവിക്കുന്ന ശരീരത്തിലെ എൻസൈമുകൾ എന്ന് വിളിക്കുന്ന പ്രോട്ടീൻ പദാർത്ഥങ്ങളാണ്. അണുക്കളെയും പൂപ്പലുകളെയും എന്തോ മരിച്ചിട്ടുണ്ട് എന്നറിയിക്കാനാണ് ശരീരം ഈ ഗന്ധം പുറപ്പെടുവിക്കുന്നത്. ഈ ഗന്ധം ലഭിച്ചാൽ അണുക്കളും പൂപ്പലുമൊക്കെ പ്രവർത്തിച്ചു തുടങ്ങുകയും ശരീരകോശങ്ങളെ ഭക്ഷിക്കാൻ ആരംഭിക്കുകയും ചെയ്യും. അതാണ് ശരിക്കും ശരീരം അഴുകിപ്പോകുന്ന പ്രക്രിയ. ഇതാകട്ടെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സംഭവിക്കും. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പ്രക്രിയയാണ് മാംസം എല്ലുകളിൽ നിന്നും പേശികളിൽ നിന്നും വേർപെട്ട് തുടങ്ങുന്നത്. ഇത് ശരീരത്തുള്ള മാംസം അയഞ്ഞതായി കാണിച്ചു തരും. മാസങ്ങളെടുക്കും ഇത് പൂർണ്ണമാകാൻ. ശേഷം മനുഷ്യ ശരീരത്തിൽ ഒടുവിൽ ദ്രവിക്കുന്നതാകട്ടെ എല്ലുകളായിരിക്കും. എല്ലുകൾ മണിക്കൂറുകൾക്കുള്ളിലോ ദിവസങ്ങൾക്കുള്ളിലോ ദ്രവിച്ച് ഇല്ലാതെയാവില്ല. ശരീരത്തിന് മരണം സംഭവിച്ച പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണ് എല്ലുകളൊക്കെ സ്വാഭാവികമായും ദ്രവിച്ച് ഇല്ലാതെയാവുക. അതായത് ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്ന രാസപ്രവർത്തനം നിലയ്ക്കുന്നതോടെ ജീവൻ ഇല്ലാതെയാകുന്ന അവസ്ഥയാണ് മരണമെന്ന് ശാസ്ത്രം ലളിതമായി തന്നെ പറയുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതമുണ്ടോ എന്നതല്ല യഥാർത്ഥ ചോദ്യം. മരിക്കുന്നതിന് മുമ്പ് നാം ജീവിച്ചിരുന്നോ എന്നത് മാത്രമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.